ബോധ്യത്തോടും ഈ വിശ്വാസത്തോടും കൂടി നിങ്ങൾ ചെല്ലാൻ തുടങ്ങിയാൽ ഞാൻ എഴുതി തരാം, ഭൗതികതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരില്ല. നിങ്ങളുടെ സകല ആത്മീയ മേഖലകളുടെ കെട്ടുകളും അഴിഞ്ഞിരിക്കും. ഒന്നാമത്തെ ജപമാല ഏത് രഹസ്യമാ പറ? സന്തോഷത്തിന്റെ രഹസ്യം. എന്തിനു വേണ്ടി ചൊല്ലണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയും മാനസാന്തരത്തിന് വേണ്ടിയും ചൊല്ലി നോക്ക്, നടക്കോ ഇല്ലയോ എന്ന്. അവരുടെ ജോലിയൊക്കെ കൂട്ടിച്ചേർക്കുകയും അത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും പോലും കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയ മേഖലകളുടെ കെട്ടഴിയാതെ ഭൗതിക മേഖലകളുടെ കെട്ടഴിയത്തില്ല. മക്കളിലുള്ള പൈശാചിക ശക്തി, കുടുംബത്തിലുള്ള പൈശാചിക ശക്തി വിട്ടുപോകാതെ ഭൗതികമായ മേഖലകൾ തുറക്കപ്പെടില്ല. എത്ര ഉടമ്പടി എടുത്താലും താൽക്കാലികമായി മാത്രം ഒരു വിടുതലുണ്ടാവും, പിന്നീട് അത് കടന്നു വരാം, അത് പോയി വേറെ വരാം. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നമ്മുടെ മക്കളുടെയും നമ്മളുടെയും മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനു വേണ്ടി സന്തോഷത്തിന്റെ ചൊല്ലണം. രണ്ടാമത്തെ രഹസ്യം ഏതാ? പ്രകാശത്തിൻ്റെയാണ്. മറിയത്തിന്റെ മനസ്സാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പരിശുദ്ധ മറിയം ഏതെല്ലാം രാജ്യങ്ങളിൽ, മെക്സിക്കോറി ആയിക്കോട്ടെ, ലൂർദ് ആയിക്കോട്ടെ, ഫാത്തിമ ആയിക്കോട്ടെ, ലോകത്തിൽ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം കൊടുക്കുന്ന സന്ദേശം ഇതാണ്: തൻ്റെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട്, പ്രകാശത്തിന്റെ ദിവ്യരഹസ്യം സഭയ്ക്ക് വേണ്ടിയും പൗരോഹിത്യത്തിന് വേണ്ടിയും പിതാക്കന്മാർക്ക് വേണ്ടിയും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പൗരോഹിത്യത്തിലൂടെ കടന്നു വരുന്ന കൂദാശകളുടെ എല്ലാവിധ കൃപാവരങ്ങളും എനിക്കും നിങ്ങളുടെ മേലേക്കും വരും. ഞാൻ ഇന്നലെയും അനുഭവിച്ചൊരു കാര്യമാണ്, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് വേറെ ഒന്നിനും ചൊല്ലെങ്കിലും സഭയ്ക്ക് വേണ്ടി ചൊല്ലണം. കാരണം വിശുദ്ധ ഫ്രാൻസിസ് അസിസി പറയുകയാണ്, ഒരു പുരോഹിതനില്ലെങ്കിൽ പരിശുദ്ധ കുർബാന എന്ന യേശുവില്ല. പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ പുരോഹിതനുമില്ല. പിശാച് പുരോഹിതർക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സഭയ്ക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നൂറ്റാണ്ടുകളായി സഭയെ നിലനിർത്തിയത് വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ ജോൺ പോള്, വിശുദ്ധ പാദ്രിയോപ്പിയോ പോലുള്ള പല വിശുദ്ധരും ഈ ജപമാല പ്രാർത്ഥനയിലൂടെയാണ് സഭയെ സംരക്ഷിച്ചത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ വൈദികർക്കും സഭയ്ക്കും വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. നിങ്ങൾ വൈദികർക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ജപമാല ചൊല്ലി തുടങ്ങുമ്പോൾ സഭയുടെയും വൈദികരുടെയും സംരക്ഷണം നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും വലുതായിട്ടുണ്ടാവും. മൂന്നാമത്തെ ജപമാലയാണ് ദുഃഖത്തിന്റെ രഹസ്യം. മൂന്നാമത്തെ രഹസ്യം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും മാരകപാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും കാഴ്ചവെക്കണം. ഓരോ രഹസ്യത്തിനും വലിയ അർത്ഥമുണ്ട്. പിലാത്തോസിന്റെ കൽത്തൂണ് മുതൽ കാൽവരി വന വരെയും യേശു പീഡകൾ സഹിച്ചതാണ്. അങ്ങനെയെങ്കിൽ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി മല വരെയും മറിയം ഹൃദയത്തിൽ വേദന വഹിച്ചവളാണ്. മറിയത്തോട് ചേർന്ന് മാരകപാപികൾക്ക് വേണ്ടിയും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോഴത്തേന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അതാണ് സഭ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്, കുർബാന ചൊല്ലിക്കാൻ പറയുന്നത്. ഇനി ജീവിച്ചിരിക്കുന്ന വ്യക്തിയിൽ കൂടുതൽ വിശുദ്ധീകരണം നടന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിന്റെ കാഠിന്യം കുറയും. അവിടെയും ലാഭം ആർക്കാ? ജീവിച്ചിരിക്കുന്നത് നമുക്കാ. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ജീവിച്ചിരിക്കുന്ന ഭർത്താവ് യേശുവിനെ ഏറ്റുപറയാതെ പോകരുതും. പോയി കഴിഞ്ഞാൽ അതിൻ്റെ കെട്ടും മക്കൾക്കുള്ളതാ. വെറുപ്പില്ലാതെ പ്രതികാരമില്ലാതെ മാരകമായ പാപികൾക്ക് വേണ്ടി ദുഃഖത്തിന് രഹസ്യം ചൊല്ലി നോക്കി. നാലാമത്തെ രഹസ്യം മഹിമ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളി ഉണ്ടാകണം. നമ്മുടെ അടുത്ത തലമുറയിൽ നിന്ന് ദൈവവിളി ഉണ്ടാകണം. ദൈവവിളി ഉണ്ടായില്ലെങ്കിൽ, പൗരോഹിത്യമില്ലെങ്കിൽ, പ്രവാചകന്മാരില്ലെങ്കിൽ, സുവിശേഷകരില്ലെങ്കിൽ ലോകം അസ്തമിക്കും, ലോകം അന്ധകാരമായി പോവും. പ്രാർത്ഥന പടയാളികൾ ഉണ്ടാവണം. ഈ 4 ജപമാല
ഉത്തമമായ ബോധ്യത്തോടും ഉറപ്പുള്ള വിശ്വാസത്തോടും കൂടി നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ ഒരു ഉടമ്പടിയും ഭൗതികതയ്ക്ക് വേണ്ടി എടുക്കണ്ട. ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല.